26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിലെത്തുന്നത്, മസ്കറ്റിലെത്തുന്നത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എത്തിയത്. വലിയ സ്വീകരണം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ്, അതോടൊപ്പം തന്നെ സോഷ്യൽ ക്ലബിന്റെ ചെയർമാൻ ബാബു രാജേന്ദ്രൻ, വിൽസൺ ജോർജ്, അജയൻ പൊയ്യാറ അടക്കമുള്ളവർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ. അതിനുശേഷം മുഖ്യമന്ത്രി ഇന്ത്യൻ എംബസിയിലെത്തി. ഇന്ത്യൻ അംബാസഡറും ഉയർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. പിന്നീട് വൈകുന്നേരം ചില അനൌദ്യോഗിക ചർച്ചകളും ഒക്കെയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ ചടങ്ങ്, പൊതുചടങ്ങ് നടക്കാൻ പോകുന്നത്. നാളെ വൈകുന്നേരം 7 മണിക്ക് മസ്കറ്റിലെ പ്രവാസികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും. മസ്കറ്റിൽ പ്രവാസികൾ അഭിസംബോധന ചെയ്യുന്നത് അമറാത്ത് മുനിസിപ്പൽ പാർക്കിൽ വെച്ചാണ്. ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഫെസ്റ്റിവലിനെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. തീർച്ചയായും വലിയ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രവാസികൾ. പ്രത്യേകിച്ച് ബഹ്റൈനിലൊന്നും കാര്യമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരുന്നില്ല. അതൊക്കെ ഇവിടെ പരിഹരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രവാസികൾ മസ്കറ്റിലുള്ളത്. ശനിയാഴ്ചയാണ് സലാലയിലെ ചടങ്ങ് നടക്കുന്നത്. അത് മലയാളം മിഷന്റെ പ്രവേശനോത്സവം അടക്കമുള്ള പരിപാടികൾ മുഖ്യമന്ത്രിക്ക് അവിടെ ഉണ്ട്. ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രി സലാലയിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് മുഖ്യമന്ത്രി അവിടെ പ്രവാസികളെ അഭിസംബോധന ചെയ്യുക. ഏതായാലും 3 ദിവസത്തെ സന്ദർശനം ശനിയാഴ്ചയോടുകൂടി പൂർത്തിയാക്കും. ഇനി മുഖ്യമന്ത്രി അടുത്ത ഘട്ടത്തിൽ എത്തുന്നത് കുവൈറ്റിലും ഖത്തറിലും UAE-യിലുമാണ്. നേരത്തെ ബഹ്റൈനിൽ ഈ മാസം 17 സന്ദർശനം നടത്തുകയും ചെയ്തു. 5 രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുള്ളത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.